Hello friends, welcome to Counting Cars. Counting Carsലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് വീണ്ടും ഒരു ബഡ്ജറ്റ് വാഹനമായിട്ടാണ് എത്താൻ പോകുന്നത്. ബഡ്ജറ്റ് വാഹനം എന്ന് പറയുമ്പോൾ സാൻട്രോ ആണ്. അപ്പോൾ സാൻട്രോൻ്റെ വളരെ നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തേക്കുന്ന ഒരു വാഹനമാണ് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് എത്തിക്കാൻ പോകുന്നത്. ഇതിൻ്റെ ഇൻ ആൻഡ് ഔട്ട് ഫുൾ വ്യൂ ഞാൻ നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് എത്തിക്കേണ്ട അതിനൊക്കെ മുമ്പ് തന്നെ ഇപ്പോഴത്തെ സ്ക്രാപ്പേജ് പോളിസിയുടെ ചെറിയൊരു ന്യൂസ് കൂടി പറഞ്ഞേക്കാം. 20 കൊല്ലത്തിന് ശേഷം നിർബന്ധമായിട്ടും പൊളിച്ചു കളയല്ല. 20 കൊല്ലത്തിന് ശേഷം വാഹനം ഫിറ്റ്നസ് പുതുക്കാം. പുതുക്കാത്ത വാഹനങ്ങൾ മാത്രം പൊളിച്ചു കളയണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫിറ്റ്നസ് പുതുക്കി കിട്ടാത്ത വാഹനങ്ങൾ മാത്രം പൊളിച്ചു കളയണം. ഇപ്പോൾ നിലവിലുള്ള നിയമം അതൊക്കെ തന്നെയാണ്. 15 കൊല്ലത്തിന് ശേഷം ഒന്നുകിൽ ഫിറ്റ്നസ് പുതുക്കുക അല്ലെങ്കിൽ വാഹനങ്ങൾ പൊളിച്ചു കളയാം. ഇതാണ് ഇപ്പോഴത്തെ നിയമം. അപ്പോൾ 20 ഇയേഴ്സ് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു ഈ ഒരു ഇൻട്രൊഡക്ഷൻ. ഇന്ന് നമുക്ക് ഈ ഒരു സാൻട്രോൻ്റെ വിശദാംശങ്ങളിലേക്ക് പോയിട്ട് തിരിച്ചു വരാം. നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഹ്യുണ്ടായി സാൻട്രോ. അപ്പോൾ സാൻട്രോൻ്റെ നിങ്ങൾക്ക് കാണാം, ഇതൊരു ബ്ലാക്ക് കളറിൽ വന്നിരിക്കുന്ന വാഹനമാണ്. ബ്ലാക്ക് കളർ സാൻട്രോ വളരെ റെയർ ആയിട്ടാണ് നമ്മൾ റോഡിൽ കാണാറ്. കാരണം അധികം ബ്ലാക്ക് സാൻട്രോസ് അധികം ഇറങ്ങിയിട്ടില്ല. മാക്സിമം നമ്മൾ വൈറ്റും അങ്ങനത്തെ കളേഴ്സൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് കണ്ടേക്കണം. അപ്പോൾ ഈ ഒരു സാൻട്രോൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ബോഡി ക്വാളിറ്റി തന്നെയാണ്. നിങ്ങൾക്ക് നേരിട്ട് തന്നെ കണ്ട് മനസ്സിലാക്കാം. അപ്പോൾ ബ്ലാക്ക് ആണെങ്കിൽ തന്നെ ബ്ലാക്കിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ സ്ക്രാച്ചോ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ എടുത്ത് കാണിക്കുന്ന ഒരു കളറാണ് ബ്ലാക്ക്. അതുകൊണ്ട് തന്നെ കുറച്ച് മെയിൻ്റനൻസ് കൂടുതലും ഡിമാൻഡ് ചെയ്യുന്ന ഒരു കളർ തന്നെയാണ് ബ്ലാക്ക്. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ ക്വാളിറ്റി നിങ്ങൾക്ക് ഒറ്റ നോട്ടം തന്നെ നേരിട്ട് തന്നെ കാണാവുന്നതാണ്. അടുത്ത മെയിൻ ഭാഗം നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നത് ടയറാണ്. ടയർ നോക്കുകയാണെങ്കിൽ ഇവിടെ നല്ല ക്വാളിറ്റി ഗ്രിപ്പ് തന്നെ ബാക്കി നിൽക്കുന്നുണ്ട്. ബ്രിസ്റ്റോണിൻ്റെ ടയേഴ്സാണ് വരുന്നത്. ഫ്രണ്ട് ഭാഗം നോക്കുകയാണെങ്കിൽ ഇവിടെയും ബ്ലാക്ക് കളർഡ് ബമ്പേഴ്സാണ് നമുക്ക് കിട്ടുന്നത്. അതേപോലെ സീറ്റിംഗ് കാര്യങ്ങളൊക്കെ നോക്കാം. കണ്ടോ, കറക്റ്റായിട്ട് പെർഫെക്റ്റ് ആയിട്ട് തന്നെ സിങ്ക് ആയിട്ട് തന്നെ ഇരിക്കുന്ന സീറ്റിംഗ് ആണ് ബമ്പേഴ്സും അതേപോലെ ബോണറ്റ് കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത്. ലെഫ്റ്റ് സൈഡിലെ ടയേഴ്സിന് നല്ല ക്വാളിറ്റി ഗ്രിപ്പ് തന്നെ ബാക്കി നിൽക്കുന്നുണ്ട് ഇവിടെ. ഇനി നമുക്ക് ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഒന്ന് ട്രാവൽ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ആ ഒരു ഗ്ലാസും അതുകൂടാതെ തന്നെ ഇതിൻ്റെ സൈഡ് പ്രൊഫൈലും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ വളരെ ക്വാളിറ്റി ഫീൽ നമുക്കിവിടെ തരുന്നുണ്ട്. റിയർ ഭാഗത്തെ ടയേഴ്സ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റിയർ ഭാഗത്തെ ടയേഴ്സിനും ഫ്രണ്ടിലത്തെ അതേ ക്വാളിറ്റി തന്നെ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ നമുക്ക് കാണിച്ചു തരാം. ഓക്കെ, കണ്ടില്ല? ഓക്കെ, പെർഫെക്റ്റ് ക്വാളിറ്റി തന്നെ ടയേഴ്സിന് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. റിയർ ഭാഗം വേറെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഡുവൽ സ്പീക്കേഴ്സ് അത് ഞാൻ വിശദമായിട്ട് കാണിച്ചു തരാം. അതുകൂടാതെ നമുക്ക് സ്പോയിലർ വരുന്നുണ്ട് വിത്ത് നമുക്ക് ടെയിൽ ലാമ്പ് കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഇൻറ്റീരിയേഴ്സ് ഒന്ന് പരിചയപ്പെടേണ്ടിയിരിക്കുന്നു. ഡോർ ഓപ്പൺ ചെയ്യാം. ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ പവർ വിൻഡോസിൻ്റെ ബട്ടൺ കാര്യങ്ങൾ കാണാം. ഡുവൽ പവർ വിൻഡോസാണ്. ഫ്രണ്ട് ഭാഗം മാത്രമാണ് നമുക്ക് കൺട്രോൾ കിട്ടുന്നുള്ളൂ. അതുകൂടാതെ ഇതിൻ്റെ ഇൻറ്റീരിയർ ഭാഗങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെയും ക്വാളിറ്റി ഫീലാണ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് കമ്പനി സീറ്റ് തന്നെയാണ് കിടക്കുന്നത്. കണ്ടോ, കമ്പനിയിൽ നമ്മൾ ഈ വാഹനം വാങ്ങിച്ചപ്പോൾ കിടന്ന അതേ സീറ്റ്സ് തന്നെയാണ് ഇപ്പോഴും നിങ്ങൾക്ക് കാണാൻ പറ്റാവുന്ന. വളരെ ക്ലീനോടുകൂടി തന്നെ ഇരിക്കുന്നു. ഡാഷ്ബോർഡും അതേപോലെ മിഡിൽ കൺസോളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്കൂടെ കാണാം. വളരെ ക്വാളിറ്റി തന്നെ തരുന്ന ആ ഒരു ഭാഗങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സീറ്റിൻ്റെ ക്വാളിറ്റിയൊക്കെ നേരിട്ട് തന്നെ നിങ്ങൾക്കിവിടെ കാണാവുന്നതാണ്. അതുകൂടാതെ തന്നെ മനോഹരമായിട്ടുള്ള റൂഫും കാര്യങ്ങളൊക്കെ കാണാം. ഇവിടെ നോക്കുകയാണെങ്കിൽ വളരെ ക്വാളിറ്റിയോടുകൂടി തന്നെ ഇരിക്കുന്ന സീറ്റ്സും അതുകൂടാതെ റൂഫ് നോക്കുകയാണെങ്കിൽ ഇപ്പോഴും യാതൊരു രീതിയിൽ ചെറിയ അഴുക്ക് പോലും കാണാത്ത റൂഫാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൂടാതെ തന്നെ ഇവിടെ നിങ്ങൾക്ക് ആ ഒരു വാഹനം വാങ്ങിച്ചപ്പോൾ ആ ഒരു പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊക്കെ ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത രീതിയിൽ കാണാൻ പറ്റുന്നുണ്ട്. ഇനി ഇതിൻ്റെ കിലോമീറ്റേഴ്സ് ഒന്ന് കാണിച്ചു നോക്കാം. കിലോമീറ്റേഴ്സ് ഓൾറെഡി ഉണ്ട്. അറൗണ്ട് ഒരു 75,000 കിലോമീറ്റേഴ്സാണ് ഈ വാഹനം ഇപ്പം നിലവിൽ കാണിക്കുന്നത്. ഇത് ഗ്യാരണ്ടി ഉണ്ടോയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കിലോമീറ്ററിൻ്റെ കാര്യത്തിൽ യാതൊരു ഗ്യാരണ്ടി ഇല്ല. കാരണം ഇത് കുറച്ച് പഴയ മോഡലായതുകൊണ്ട് തന്നെ. ഇനി ഇതിൻ്റെ റിയർ ഭാഗം നമുക്ക് നോക്കാം. ഇവിടെ ആ ഒരു ക്ലോത്ത് ഫിനിഷിൽ വന്നേക്കണം ആ ഒരു ഡിസൈനർ വർക്ക് നിങ്ങൾക്ക് കാണാം. അതുകൂടെ സീറ്റ്സും വളരെ ബ്രോഡായിട്ട് തന്നെ ഇരിക്കുന്ന സീറ്റ്സ്, നമുക്ക് സുഖമായിട്ട് തന്നെ ഇരുന്ന് പോകാൻ പറ്റാവുന്ന സീറ്റ്സാണ് സാൻട്രോസിന് എല്ലാ സാൻട്രോയിലും വരുന്നത് തന്നെ. ഇനി നമുക്ക് ഒന്ന് ക്ലോസ് ഇതിൻ്റെ ലെഗ് സ്പേസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം. ന്യായമായിട്ടുള്ള ലെഗ് സ്പേസ് ഉണ്ട്. ഇനി ക്ലോസ് ചെയ്തിട്ട് ഇതിൻ്റെ എൻജിൻ ഭാഗവും ബൂട്ട് സ്പേസ് കാര്യങ്ങളൊക്കെ ഒന്ന് പരിശോധിക്കാം.
നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഹ്യുണ്ടായി സാൻട്രോൻ്റെ ആ ഒരു എഞ്ചിൻ ഭാഗം. ഇപ്പോൾ എഞ്ചിൻ ഭാഗം എന്ന് പറയുമ്പോൾ ഇത് കുറച്ച് ക്ലീൻ ചെയ്യാനുള്ള ആ ഒരു പ്രശ്നം മാറ്റിയിരിക്കുകയാണെങ്കിൽ വളരെ ക്വാളിറ്റി തരുന്ന അല്ലെങ്കിൽ നല്ല ഭംഗിയോട് തന്നെ ഇരിക്കുന്ന ആ ഒരു എഞ്ചിൻ റൂമാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുറച്ചും പൊടിയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേരിട്ട് തന്നെ കാണാം. അതുകൂടാതെ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ക്വാളിറ്റി അല്ലെങ്കിൽ യാതൊരു രീതിയിലുള്ള ഡെൻറ്റോ കാര്യങ്ങളോ ഒന്നും നിങ്ങൾക്ക് സംഭവിച്ചിട്ടില്ല. ഇനി നമുക്ക് ഇതിൻ്റെ ബൂട്ട് സ്പേസ് കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്തേക്കാം. അപ്പോൾ 2007 മോഡൽ സാൻട്രോ സിംഗ് ആണ്. സാൻട്രോ സിംഗിൻ്റെ ഫുൾ വ്യൂ ഇപ്പോൾ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയുണ്ട് വണ്ടി? നല്ല വണ്ടിയല്ല, സൂപ്പർ വണ്ടിയാണ്. ഇൻറ്റീരിയർ ആയാലും എക്സ്റ്റീരിയർ ആയാലും വളരെ ക്വാളിറ്റി തോന്നുന്ന വാഹനം തന്നെയാണ്. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ റേറ്റും കാര്യങ്ങളിലൊക്കെ നമ്മൾ കിടക്കാമോ റേറ്റ് പറഞ്ഞേക്കാൻ പോലെ എനിക്കൊരു ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഉണ്ട്. രണ്ടിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ക്ലിക്ക് ചെയ്തിട്ട് ഫോളോ ചെയ്യണമെങ്കിൽ വാഹന സംബന്ധമായിട്ടുള്ള എല്ലാ അപ്ഡേറ്റ്സും അതുകൂടാതെ എൻ്റെ പേഴ്സണൽ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഈ ലിങ്കിൽ കൂടി നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് വരുന്നതാണ്. ക്ലിക്ക് ചെയ്തിട്ട് ഫോളോ ചെയ്യാൻ മറക്കരുത്. പിന്നെ ഞാൻ ഇടുന്ന വീഡിയോസ് കറക്റ്റ് സമയത്ത് നിങ്ങളിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ ഹിറ്റ് ചെയ്ത് ഓൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കണം. എന്നാൽ മാത്രമാണ് കറക്റ്റ് ടൈമിലേക്ക് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ചിലപ്പോൾ ഒരാഴ്ച 2 ആഴ്ച കഴിയും, അപ്പോഴത്തേക്ക് വാഹനങ്ങൾ സെയിലായി പോയിട്ടുണ്ടാവും. അപ്പോൾ അതൊന്നും ശ്രദ്ധിച്ചേക്കാം എല്ലാവരും. ഇനി ഇതിൻ്റെ റേറ്റ് വരുന്നത് 1,20,000 രൂപയാണ്. 1.20 lakhs. നെഗോഷ്യബിൾ ആണ്. വീഡിയോ താഴെ നമ്പറിനകത്തേക്ക് വിളിക്കാനും കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം. ഇതിന് ലോണും കാര്യങ്ങളൊന്നും അവൈലബിൾ ആയിരിക്കില്ല. പിന്നെ എന്തെങ്കിലുമൊക്കെ ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വാഹന സംബന്ധമായിട്ടല്ല പൊതുവായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ജനറൽ ന്യൂസോ കാര്യങ്ങളോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഈ 2 ലിങ്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വീഡിയോ താഴെ 2 ലിങ്കിനകത്ത് ക്ലിക്ക് ചെയ്തിട്ട് ഫോളോ ചെയ്യണമെങ്കിൽ എൻ്റെ അപ്ഡേറ്റ്സും പേഴ്സണൽ അപ്ഡേറ്റ്സും വാഹന സംബന്ധമായിട്ടുള്ള അപ്ഡേറ്റ്സ് എല്ലാം നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് എത്തുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെ ആയിരുന്നു ഈ ഒരു സാൻട്രോൻ്റെ വിശേഷങ്ങൾ. എത്രയും പെട്ടെന്ന് നമുക്ക് വേറെ വാഹനത്തിൻ്റെ റിവ്യൂ കാണാം.